നമസ്കാരം. അങ്ങനെ എല്ലാവരും കാത്തിരുന്നത് പോലെ ബിഗ് ബോസ് സീസൺ 8ന്റെ പ്രൊമോ ഇറങ്ങിയിരിക്കുകയാണ്. അതിന് പേര് കൊടുത്തിരിക്കുന്നത് തന്നെ അഗ്നി പരീക്ഷ എന്നാണ്. ഇന്ന് ലാലേട്ടന്റെ ജന്മദിനമാണ്. ആ ജന്മദിനത്തിനോടനുബന്ധിച്ച് തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ 8. അനൗൺസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 8 ഇന്ന ഡേറ്റിൽ തുടങ്ങും എന്നുള്ളതല്ല. എന്തായാലും ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ആ പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പ്രാവശ്യം കൂടുതലും ഒരു 50% കോമണേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ലാലേട്ടൻ തന്നെ അത് പറയുന്നുണ്ട്. കോമണേഴ്സിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കും എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. സീസൺ 7 വരെ നമ്മൾ കണ്ടു. പലരും വിന്നറായി. അർഹതപ്പെട്ടവരുണ്ട്, അർഹതപ്പെടാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ബിഗ് ബോസ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ആഘോഷമാണ്. മറ്റൊന്നുമല്ല, റിവ്യൂവേഴ്സ് തമ്മിൽ മത്സരം, അതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവർ വിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ ഒരു സൈഡ് വഴി, PR ടീംസ് മറ്റൊരു വഴിയിൽ കൂടി, എന്തായാലും എല്ലാം കൊണ്ട് ഒരു ജഗപുകയാണ്. എന്തായാലും ഇതിനകത്ത് കോമണേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഷോ നടത്തും. ആ ഷോയിൽ നിന്നും കഴിവ് തെളിയിക്കുന്നവരെ ഞങ്ങൾ നേരിട്ട് തന്നെ സീസൺ 8ലേക്ക് കടത്തിവിടും എന്നുള്ളതാണ്. എന്തായാലും സീസൺ കോമണേഴ്സ്, എനിക്ക് തോന്നുന്നു കുറെ കോമണേഴ്സിനെ തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുക്കുന്നവരിൽ നിന്നും ഒരു ഷോ നടത്തും. ആരൊക്കെയാണോ ആ ഷോയിൽ വിൻ ചെയ്യുന്നത് അവര് സീസൺ 8ലേക്ക് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ ഏത് തരത്തിലുള്ള ഷോയാണ് ഇനി ഇവർ നടത്തുന്നതെന്ന് നമുക്കറിയില്ല. ഷോ ആണെന്നാണ് പറയുന്നത്. എന്തായാലും അത്രയും കോമണേഴ്സിൽ ഇപ്പൊ 50% കോമണേഴ്സ് ആയിരിക്കുമെന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. 50% മേളിലായാലേ ഉള്ളൂ ഇനി. അപ്പോൾ ഈ 50% പേരെ ആണെങ്കിലും ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കോമണേഴ്സിനെ എല്ലാവരെയും കൊണ്ടുവന്ന് ഒരുപോലെ ഒരു ഷോ നടത്തിയിട്ട് അതിൽ നിന്നാണ് മികച്ചവരെ കണ്ടെത്തുന്നത്. അവർക്ക് ആരാണ് മുന്നോട്ട് പോകാൻ അവസരം ലഭിക്കുന്നതെന്ന് അതിൽ നിന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ആവുമ്പം ചുമ്മാ ഇത്രയും കോമണേഴ്സിനെ കൊണ്ടുവന്നിട്ട് ചുമ്മാ ഒരു മത്സരം നടത്തി അങ്ങോട്ട് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ വർഷം നമുക്കറിയാം, കഴിഞ്ഞ സീസണെ കുറിച്ച് പറയുകയാണെങ്കിൽ അനീഷ് ഒരു കോമണറായിട്ട് വന്നതാണ്. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയെ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു സമയത്ത് വിൻ ചെയ്യുമെന്ന് വരെ എല്ലാവരും വിചാരിച്ചു കൊണ്ടിരുന്നതാണ്. പിന്നെ ഇതൊരു ഗെയിമാണ്, മാറിയും മറിഞ്ഞും വരാം. നമ്മൾ വിചാരിക്കുന്ന ആൾ തന്നെ വിൻ ചെയ്യണമെന്നൊന്നുമില്ല. നിമിഷ നേരം കൊണ്ടാണ്, ലാസ്റ്റ് ടൈമിലൊക്കെ വരുമ്പോഴത്തേക്ക് നിമിഷ നേരം കൊണ്ടാണ് നമ്മൾ ഈ ക്രിക്കറ്റ് കളി കാണുന്ന പോലെയാണ്. ലാസ്റ്റ് ബോളിൽ ഒരു 6 വേണം, 6 അടിച്ചാലേ ജയിക്കൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ വിചാരിക്കും നല്ലൊരു ബോളർ എറിയുന്നുണ്ട്, അപ്പൊ 6 അടിക്കത്തില്ലെന്ന് വിചാരിക്കും. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആള് ചിലപ്പം 6 അടിക്കും, ആ ടീം വിൻ ചെയ്യും. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നവർ വിൻ ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷെ ഇതൊരു ഗെയിമാണ്. ഈ ഗെയിമിൽ മാറിയും മറിഞ്ഞും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറിയും മറിഞ്ഞും എല്ലാം സംഭവിക്കും. എന്തായാലും അനീഷ കോമണറായി വന്ന് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരുപാട് കോമണേഴ്സിനെ കൊണ്ടുവന്നാൽ ഈ ഷോയിൽ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഈ ഷോ കൊണ്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടാകും എന്ന് ബിഗ് ബോസിന് തോന്നിയിരിക്കാം. എന്നുവെച്ചാൽ ഈ സാധാരണ ഈ സെലിബ്രിറ്റീസിനെ ഒരുപാട് പേരെ ഇതിനകത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടി നടത്തുന്ന ഒരു ഷോ ആയിട്ട് ഇത് മാറുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ടാകാം. അല്ലെങ്കിൽ അവരിൽ ഒരാളെ ജയിപ്പിച്ച് അല്ലെങ്കിൽ അവരിൽ ഒരാൾ തന്നെ വിൻ ചെയ്ത് മുന്നോട്ട് വരുന്നു. ഈ സെലിബ്രിറ്റീസ് തന്നെ വിൻ ചെയ്യുന്നു, അവർ സെലിബ്രിറ്റീസ് ആണ് ഓൾറെഡി. പിന്നെ അവർ തന്നെ വിൻ ചെയ്യുന്നു, അവർ തന്നെ കപ്പടിക്കുന്നു. പിന്നെയും അവർ സമൂഹത്തിൽ സെലിബ്രിറ്റി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതെങ്കിലും ഒരു ബിഗ് ബോസ് വിന്നർ എന്നുള്ളൊരു പേരും കൂടി അതിന്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ലൊരു കോമണർ വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ഇനിയും അനീഷിനെ പോലെയൊക്കെ, അനീഷിനേക്കാൾ മികച്ച ഒരാൾ, ഒരു കോമണർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കപ്പ് വരെ കൊണ്ടുപോകാം എന്നുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അനീഷ് തന്നെ തെളിയിച്ചു തന്നതാണ്. എന്തായാലും ആ കഴിഞ്ഞ പ്രാവശ്യം അവസാന 2 പേരിൽ ഒരാൾ അനീഷ് ആയിരുന്നു. കഴിഞ്ഞ സീസണെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, എല്ലാം PR വർക്ക് എന്ന് പറഞ്ഞ എന്തൊക്കെ ബഹളങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ അതിന് മുമ്പുള്ള സീസണുകളും എല്ലാം. ലാലേട്ടന്റെ പ്രൊമോ എല്ലാവരും കണ്ടു കാണും. അടിപൊളി പ്രൊമോയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ലോഗോ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലോഗോയാണ്. ഒരുപാട് പേര് ലോഗോ കൊള്ളത്തില്ലെന്ന് പറയുന്നവരുണ്ട്, കൊള്ളാം എന്ന് പറയുന്നവരുണ്ട്. അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ഇപ്പൊ ബിഗ് ബോസ് ഷോ തുടങ്ങി കഴിയുമ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണല്ലോ പലർക്കും. അതുപോലെ തന്നെ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ എന്റെ എനിക്ക് ആ ലോഗോ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ബിഗ് ബോസ് എന്ന് തുടങ്ങും എന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ ബിഗ് ബോസ് കാണുമെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഇനിയിപ്പോ എന്തായാലും അധികം താമസം കാണില്ല എനിക്ക് തോന്നുന്നു. എന്തായാലും കോമണേഴ്സിനെ തിരഞ്ഞെടുക്കണം, അതിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഇനി സെലിബ്രിറ്റീസ് കുറച്ച് പേര് കാണും, അവരെ എല്ലാം തിരഞ്ഞെടുക്കണം. എങ്ങനെ പോയാലും 1-1.5 മാസം എടുക്കുമായിരിക്കാം, അറിയില്ല. ഇനി അവരാണല്ലോ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് കാത്തിരുന്ന് കാണാനല്ലേ കഴിയൂ. നല്ലൊരു സീസൺ 8 നല്ലൊരു സീസണായിട്ട് മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ
സീസൺ 8 ഇനി 8ന്റെ പണിയാണോ ഇനി 8ന്റെ പണി ഇനി ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം 7ന്റെ പണിയായിരുന്നു, ഇപ്രാവശ്യം 7ന്റെ പണി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പണിയായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കുമോ ഇനി 8ന്റെ പണി എന്നറിയില്ല. 8ന്റെ പണിയാകുമ്പോൾ അത് 12ന്റെ പണിയായിരിക്കും. നമുക്ക് ബിഗ് ബോസ് സീസൺ 8ന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും ആ പ്രൊമോ കാണാത്തവർ കയറി കാണുക. ആ പ്രൊമോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത്രയുമാണ്. കൂടുതൽ കോമണേഴ്സ് എന്തായാലും ഈ ബിഗ് ബോസ് ഷോയിൽ കാണും എന്നുള്ളതാണ്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് 50% മുകളിൽ അല്ലെങ്കിൽ 50%-ഓളം കോമണേഴ്സ് ആയിരിക്കാം. അപ്പം പലർക്കും അവസരങ്ങളുണ്ട്. അതിൽ പോകാൻ ആഗ്രഹമുള്ള ഒരുപാട് പേർ, സാധാരണപ്പെട്ട ഒരുപാട് പേരുണ്ട്. എന്നാലും അതിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർ അതിന് ശ്രമിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം സീസൺ 8ന് വേണ്ടിയിട്ട്.